മൂന്നാഴ്ചയോളം നീണ്ട പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിച്ചു. എന്താണ് ബാക്കിപത്രം? ഒറ്റ നോട്ടത്തിൽ ഭരണപക്ഷത്തെ പ്രതിപക്ഷം, പ്രത്യേകിച്ചും കോൺഗ്രസ്, വരിഞ്ഞുകെട്ടിയെന്ന് തോന്നാം. അത് ശരിയുമാണ്. നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ തുടർഭരണത്തിൽ ഇതുവരെ ഭരണപക്ഷം ഇത്രയും പ്രതിരോധത്തിലായ വേറൊരു പാർലമെന്റ് സമ്മേളനം ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രതിപക്ഷത്തിനെതിരെ മറുതന്ത്രം കളിച്ചത് പലരും ശ്രദ്ധിച്ചിട്ടില്ല. വധശിക്ഷ ഒഴിവാക്കി ജീവപര്യന്തം തടവിന് ശ്രമിക്കുന്ന പോലൊരു നീക്കമാണ് ഭരണപക്ഷം നടത്തിയത്. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഉത്തരം മുട്ടുന്നത് അയോധ്യ ക്ഷേത്രത്തിലെ കൊള്ളയിലാണ്. കോക്രോച്ച് ജനതാ പാർട്ടി സമരത്തെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിട്ടതും സർക്കാരിനെ വെട്ടിലാക്കുന്നതാണ്. പക്ഷേ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന തരത്തിൽ ചിന്തിച്ചപ്പോൾ കൈകാര്യം ചെയ്യാൻ താരതമ്യേന എളുപ്പം വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ വിഷയമാണ്. അതിനാകട്ടെ അമിത്ഷാ പാർലമെന്റിൽ വരുന്നുമുണ്ടായിരുന്നില്ല. ഇത്തവണ സഭ കൂടിയത് മുതൽ അമിത്ഷാ സമ്മേളനത്തിൽ എത്താത്തത് ചൂണ്ടിക്കാട്ടി ബഹളമായിരുന്നു. അവസാന ദിവസം വന്ന് വന്ദേമാതരം പാടി പിരിഞ്ഞു. BJP രക്ഷിച്ചെടുത്തത് അയോധ്യ ക്ഷേത്രക്കൊള്ള എന്ന വിഷയത്തെയാണ്. അടുത്ത വർഷം ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അയോധ്യ വിഷയം ചർച്ചയായാൽ അയോധ്യ ക്ഷേത്രം നിലകൊള്ളുന്ന ഉത്തർപ്രദേശിലെ പഴയ ഫൈസാബാദിൽ മാത്രമല്ല, സംസ്ഥാനമെങ്ങും അത് BJPക്ക് തലവേദനയാകുമായിരുന്നു. ഫൈസാബാദ് ജില്ലയുടെ പുതിയ പേര് അയോധ്യ എന്നാണ്. ആരോപണങ്ങളെ ആയുധമാക്കി തെരഞ്ഞെടുപ്പുകൾ വിജയിച്ച ചരിത്രമുള്ള BJP അത് ഇത്തവണയും അവർക്ക് അനുകൂലമാക്കി. നരേന്ദ്രമോദിയെ ചായക്കാരൻ എന്ന് കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ വിളിച്ചതിന് പിന്നാലെ രാജ്യമെങ്ങും ചായ കുടിച്ച് രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന പരിപാടി ആസൂത്രണം ചെയ്തതാണ് BJP. 2014 തെരഞ്ഞെടുപ്പ് ജയത്തിന് അത് സഹായിച്ചു എന്നാണ് പാർട്ടിയുടെയും നിഗമനം. സമാന തന്ത്രമാണ് പാർലമെന്റിലും പയറ്റിയത്. കോക്രോച്ച് പാർട്ടി സമരം എന്ന വിഷയം സജീവമായി നിലനിർത്തിക്കൊണ്ട് അയോധ്യ ക്ഷേത്ര വിവാദം പിന്നണിയിലേക്ക് മാറ്റിച്ചു. മാരക പരിക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ചെറിയ മുറിവുകൾ ഉണ്ടാകാൻ അനുവദിച്ചാണ് സർക്കാർ പാർലമെന്റ് സമ്മേളനം അവസാനിപ്പിക്കുന്നത്. എന്നാലും പ്രതിപക്ഷത്തിന്റെയും രാഹുൽ ഗാന്ധിയുടെയും വീറ് അവഗണിക്കാനാകില്ല. പ്രതിപക്ഷത്തെ ആകെ ചിതറിച്ചു എന്ന ആത്മവിശ്വാസത്തോടെ സഭാ സമ്മേളനത്തിനെത്തിയ കേന്ദ്ര സർക്കാരിന്റെ അടിവേരിളക്കുന്ന തരത്തിലായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഇടപെടൽ. അതിലേറ്റവും വലിയ പണി കിട്ടിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക്. മുൻപ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കിട്ട് അടിച്ച അടി ഇക്കുറി ബൂമറാങ്ങായി അമിത്ഷായുടെ സ്വന്തം നെഞ്ചിൽ തന്നെ വന്നു കൊള്ളുന്ന കാഴ്ചയാണ് ഈ സമ്മേളനത്തിൽ കണ്ടത്. കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയെ ഹാജർ നിലയുടെ പേരും പറഞ്ഞ് കളിയാക്കിയ അമിത്ഷായ്ക്ക് ഇത്തവണ 19 ദിവസത്തെ സമ്മേളനത്തിനിടെ പാർലമെന്റിൽ വരാനായത് കേവലം 4.5 മിനിറ്റ് മാത്രമായിരുന്നു. അതും വന്ദേമാതരം പാടി സഭാ സമ്മേളനം അവസാനിപ്പിച്ച സമയം മാത്രം. അയോധ്യ സ്വർണ്ണക്കൊള്ള മുതൽ CJP സമരവും തൊഴിലാളി പ്രശ്നങ്ങളും അടക്കം ഒരു ദിവസം പോലും സമാധാനമായി കേന്ദ്ര സർക്കാരിന് സഭ സമ്മേളിക്കാൻ സാധിച്ചിട്ടില്ല. അത്രത്തോളം സഭ പ്രക്ഷുബ്ധമായിരുന്നു. അതിനിടെ ചോദ്യപേപ്പർ ചോർച്ചയുടെ പേരിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ സമ്മേളന കാലയളവിൽ രാജിവെക്കേണ്ടി വന്നതും കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയായി. കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധിയെ ഹാജർ നിലയുടെ പേരിൽ അമിത്ഷാ പരിഹസിച്ചത്. കണക്ക് സഹിതം രാഹുലിന്റെ ഹാജർ നില പകുതിയാണ് എന്ന് പരിഹസിച്ച അമിത്ഷായ്ക്ക് ഇക്കുറി പാർലമെന്റ് കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷം കാഴ്ചവെച്ചത്. മഴക്കാല സമ്മേളനത്തിൽ സഭ ചേർന്ന 19 ദിവസവും അമിത്ഷായ്ക്ക് പാർലമെന്റിൽ വരാൻ സാധിച്ചില്ല. ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ഒരു കാരണവശാലും അമിത്ഷായെ പാർലമെന്റിൽ കയറ്റില്ല എന്ന് പ്രതിപക്ഷം ഉറപ്പിച്ചിരുന്നു. ഒടുവിൽ പ്രതിപക്ഷത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ അമിത്ഷാ അവസാന ദിവസം വന്ദേമാതരം പാടി പിരിയുന്ന 4.5 മിനിറ്റ് മാത്രമാണ് സഭയിലുണ്ടായിരുന്നത്. എല്ലാ ദിവസവും പല പല വിഷയങ്ങളാൽ സഭ പ്രക്ഷുബ്ധമായി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ കുത്തിയൊലിച്ചുപോയ മഴക്കാല സമ്മേളനമായിരുന്നു കഴിഞ്ഞുപോയത്. രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചുവെന്ന് പറയാം. കഴിഞ്ഞ 10-12 വർഷമായി പപ്പു എന്ന് വിളിച്ചു പരിഹസിച്ച ആളിന് മുന്നിൽ ഇങ്ങനെ നിൽക്കേണ്ടി വന്നിരിക്കുന്നു മോദിക്കും അമിത്ഷായ്ക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങും മുൻപ് ഭരണപക്ഷം കടുത്ത ആത്മവിശ്വാസത്തിലായിരുന്നു. ആം ആദ്മിയും തൃണമൂൽ കോൺഗ്രസും ഉദ്ധവ് വിഭാഗം ശിവസേനയിലും അടക്കം പ്രതിപക്ഷ നിരയിൽ വലിയ പിളർപ്പുണ്ടാക്കി അംഗങ്ങളെ അടർത്തിയെടുത്ത് പ്രതിപക്ഷത്തെ ചിതറിച്ചു എന്ന ആത്മവിശ്വാസം. പക്ഷേ ആ ആത്മവിശ്വാസം ഒരിക്കലും സഭയിൽ BJPക്ക് സമാധാനം കൊടുത്തില്ല. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ള മുതൽ CJP സമരം വരെ നീണ്ട വിഷയങ്ങളിലെ പ്രതിഷേധങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ഉറക്കം കെടുത്തി.
തുടക്കത്തിൽ അയോധ്യയിലെ സംഭാവന കൊള്ളയായിരുന്നു വിഷയമെങ്കിൽ തൊട്ടുപിന്നാലെ അത് ചോദ്യപേപ്പർ ചോർച്ചയായി. അതോടൊപ്പമാണ് BJPയുടെ അടിവേരിളക്കുന്ന തരത്തിൽ ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം ആരംഭിച്ചത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനൊടുവിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ചോദിച്ചു വാങ്ങേണ്ടി വന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയായി. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരെ തല്ലിച്ചതച്ചതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും വിടില്ല എന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷം ഇരുസഭകളിലും ഇരുവരെയും 3 ആഴ്ച പ്രവേശിപ്പിക്കാൻ കഴിയാത്ത പരുവത്തിലാക്കി. അതിനിടെ വർഷങ്ങളായി ബീഹാറിൽ BJP കൈയടക്കി വെച്ചിരിക്കുന്ന ബങ്കിപ്പൂർ സീറ്റിലെ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയും BJPക്കേറ്റ കനത്ത ആഘാതമായി. ഈ സഭാ സമ്മേളന കാലയളവിൽ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസാക്കാനുള്ള 2/3 ഭൂരിപക്ഷം ഉറപ്പാക്കാനാണ് BJP പ്രതിപക്ഷ നിരയിൽ വിള്ളലുണ്ടാക്കി അംഗങ്ങളെ മറുകണ്ഠം ചാടിച്ച് ചാക്കിട്ട് പിടിച്ചത്. എന്നിട്ടും ഡീലിമിറ്റേഷൻ ബില്ലടക്കം ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് പോലും സഭയിൽ കൊണ്ടുവരാൻ BJPക്കായില്ല. ചർച്ച പോലും നടത്താതെയാണ് ഇക്കാലയളവിൽ 12 ബില്ലുകൾ പാർലമെന്റ് പാസാക്കിയത്. അതിൽ ചോദ്യക്കടലാസ് ബില്ലിൽ മാത്രമാണ് കുറച്ചെങ്കിലും വിശദമായ ചർച്ച നടന്നത്. 19 ദിവസത്തിൽ ഇരുസഭകളിലുമായി ആകെ സഭ സമ്മേളിച്ചത് 57 മണിക്കൂർ മാത്രമാണ്. ഇതിൽ ഇരുസഭകളിലുമായി ചോദ്യോത്തരവേള നടന്നത് കേവലം 2.25 മണിക്കൂർ. നിയമനിർമ്മാണത്തിനായി 40 മണിക്കൂറും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഈ വർഷകാല സമ്മേളനത്തിൽ പാസാക്കാനാകുമെന്ന് BJP കണക്കുകൂട്ടിയിരുന്നു. എന്നാൽ അത് അടുത്ത ശീതകാല സമ്മേളനത്തിലേക്ക് മാറ്റേണ്ടി വന്നു. വിദേശ സംഭാവന നിയന്ത്രിക്കാനുള്ള FCRA നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ലും പാസ്സായില്ല. ബിൽ JPCക്ക് വിട്ടു. മണ്ഡല പുനർനിർണയ ബിൽ പാസാക്കാനുള്ള 2/3 ഭൂരിപക്ഷം എത്ര പാർട്ടികളെ പിളർത്തിയിട്ടും BJPക്ക് ലഭിച്ചില്ല. ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ബിൽ പരിഗണിക്കുന്ന JPCക്ക് പ്രതിപക്ഷ എതിർപ്പ് മൂലം റിപ്പോർട്ട് വെക്കാൻ പോലും സാധിക്കാതിരുന്നതും പ്രതിപക്ഷം സ്വന്തം വിജയമായി ഉയർത്തിക്കാട്ടുകയാണ്. ഗുരുതരമായ കുറ്റങ്ങൾക്ക് തടവിലാക്കപ്പെട്ടാൽ പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ എന്നിവരെ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിനുള്ള ബില്ലിന്മേലുള്ള JPC റിപ്പോർട്ടും അന്തിമമാക്കാൻ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സാധിച്ചില്ല. 12 ബില്ലുകൾ പാസാക്കിയത് വെച്ച് നോക്കുമ്പോൾ സഭാ സമ്മേളനം വൻ വിജയമായിരുന്നുവെന്നാണ് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു അവകാശപ്പെടുന്നത് എങ്കിലും ചർച്ചയുടെ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ അത്ര വിജയമായിരുന്നില്ല എന്ന കാര്യം അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുന്നുമുണ്ട്. സത്യത്തിൽ BJP ഇക്കുറി തോറ്റത് ഒരു പ്രതിപക്ഷ നേതാവിന് മുന്നിലായിരുന്നില്ല. ഒരു വ്യാഴവട്ടക്കാലം തങ്ങൾ പപ്പു എന്ന് വിളിച്ച് പരിഹസിച്ചു നടന്ന ആളിന് മുന്നിലായിരുന്നു. മറ്റെല്ലാ മാധ്യമങ്ങളെയും ഒഴിവാക്കി ANAയെയും PTIയെയും മാത്രം വിളിച്ചു വരുത്തി രാജ്യസഭാംഗങ്ങൾ മാത്രം വരുന്ന കവാടത്തിൽ വെച്ചാണ് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അമിത്ഷാ പറഞ്ഞത്. അതുതന്നെ രാഹുലിനോട് അമിത്ഷാ തോൽവി സമ്മതിച്ചതിൻ്റെ ലക്ഷണമാണ്. കാരണം അവിടെയും രാഹുൽ ഗാന്ധി ഏർപ്പാടാക്കിയ MPമാർ പ്രതിഷേധവുമായി എത്തുമോ എന്ന് അമിത്ഷായ്ക്ക് ഭയമുണ്ടായിരുന്നു. അതുതന്നെയാണ് രാഹുൽ ഗാന്ധി നടത്തിയ മനഃശാസ്ത്ര യുദ്ധം അഥവാ സൈക്കോളജിക്കൽ വാറിൻ്റെ വിജയം. ഭയക്കരുത് എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തെ മുഴുവൻ തൻ്റെ പിന്നിൽ അണിനിരത്തി മോദിയെയും അമിത്ഷായെയും എങ്ങനെ തിരിച്ചു ഭയപ്പെടുത്താം എന്നാണ് രാഹുൽ ഗാന്ധി വർഷകാല സമ്മേളനത്തിലൂടെ കാണിച്ചു കൊടുത്തത്. രാഹുൽ പ്രതിപക്ഷത്തിന് പകർന്നു നൽകിയ ഈ ധൈര്യം ഓരോ പ്രതിപക്ഷ MPയുടെയും സംസാരങ്ങളിലും പ്രതികരണങ്ങളിലും പ്രതിഫലിക്കുകയും ചെയ്തു. അവിടെ രാഹുലിന് മുന്നിൽ മോദിക്കും അമിത്ഷായ്ക്കും ദയനീയമായി തോൽക്കേണ്ടി വന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത്.